നമസ്കാരം. ഞാൻ നിങ്ങളോട് വീണ്ടും സിമ്പിളായ ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ശരിക്കും ജീവിതം ആസ്വദിക്കുകയാണോ അതോ അനുഭവിച്ച് തീർക്കുകയാണോ? ജീവിതത്തിൽ ഒന്ന് കരകയറാൻ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഒന്നിലും ഒരു ഗതി പിടിക്കാൻ പറ്റുന്നില്ല. അത്തരത്തിലൊരു അവസ്ഥയിലാണോ നിങ്ങൾ എത്തി നിൽക്കുന്നത്? ജീവിതത്തിൽ ഒരു ഉയർച്ചയും സംഭവിക്കാതെ കെട്ടിയിട്ട തോണി പോലെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? വലിയ തകർച്ചയിൽ നിന്ന് കരകയറാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണോ നിങ്ങൾ? ഒരുപാട് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നുണ്ട്, ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ കഴിക്കുന്നുണ്ട്, എന്നിട്ടും രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥ അല്ലേ? എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. ദയവ് ചെയ്ത് പൂർണ്ണമായും ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ജീവിതത്തിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള ഒരു രഹസ്യവിദ്യ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതിന് വലിയ കഷ്ടപ്പാടുകളൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ നിലവിലുള്ള ഇപ്പോഴത്തെ ചിന്താഗതിയിൽ നിന്ന് അല്ലെങ്കിൽ കാഴ്ചപ്പാടിൽ നിന്ന് ചെറിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ കഴിയുമെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? എങ്കിൽ പരിപൂർണമായി നിങ്ങൾ വിശ്വസിച്ചോളൂ, തീർച്ചയായും നിങ്ങൾക്കതിന് സാധിക്കും. കാരണം ഞാനിത് പറയുന്നത് വെറും പുസ്തകങ്ങളിൽ നിന്ന് മാത്രം കിട്ടിയ അറിവുകളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് സ്വന്തം ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ് ഞാനിത് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ആ കാര്യങ്ങൾ ഇതിനു മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് വളരെ വിശദീകരിച്ച് ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നേയില്ല. എന്നാലും ഒന്ന് പറയാം, വലിയ ഒരു ബിസിനസ് തകർച്ചയ്ക്ക് ശേഷം കേസുകളും ബഹളങ്ങളും കൂട്ടങ്ങളും ഒക്കെയായി കയ്യിൽ നയാ പൈസ ഇല്ലാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, അല്ലെങ്കിൽ മുൻപിൽ മറ്റൊരു വഴിയും കാണാതെ മുകളിൽ ആകാശവും താഴെ ഭൂമിയും എന്ന നിലയിൽ നിന്നിരുന്ന ഞാൻ, ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കാൻ തക്ക രീതിയിൽ ഇന്നും ജീവനോടെ ബാക്കിയുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ അന്ന് പ്രാവർത്തികമാക്കിയതുകൊണ്ട് മാത്രമാണ്. ആത്മഹത്യ ചെയ്യാൻ പോലും ധൈര്യമില്ലാതിരുന്ന ആ ഇരുണ്ട കാലത്തിൽ നിന്ന് എന്നെ ഈ നിലയിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഞാൻ ആർജിച്ചെടുത്ത ഈ അറിവുകളും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഞാൻ കാണിച്ച ആർജവുമായിരുന്നു എന്നുള്ളതാണ്. അതിനായി ഞാൻ ചെയ്തത് മറ്റൊന്നുമായിരുന്നില്ല, ഒരൊറ്റ ചിന്ത. എന്ന് വെച്ചാൽ മില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ആ ഒരൊറ്റ ചിന്ത ഞാൻ എൻ്റെ ചിന്താഗതിയിൽ കൊണ്ടുവന്നു. അത് പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താഗതികളിൽ മാറ്റം വരുത്താൻ തയ്യാറായാൽ, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറായാൽ, ഉറപ്പ്, ഒരിക്കലും ഇനി നിങ്ങളുടെ ജീവിതം പഴയതുപോലെ ആവില്ല. നിങ്ങളുടെ ജീവിതം മാറിയിരിക്കും, ഉറപ്പ്. കാരണം ഇതെൻ്റെ അനുഭവമാണ്. എനിക്കിത് സാധിക്കുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളിലേക്കും നിങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്കും ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേ. ചുമലിൽ നിറയെ ഭാരവും താങ്ങി ജീവിക്കുകയാണ്. രാവിലെ എണീക്കുമ്പോൾ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടും ജീവിതത്തിൽ ഒരു ഉന്നതിയും സംഭവിക്കാത്തതുകൊണ്ട് അവർക്ക് വലിയ വിഷമമാണ്. ചുമലിൽ നിറയെ ഭാരവും തലയിൽ നിറയെ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആയിട്ടാണ് പലരും ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നത്. അവരും വിധിയാണ് പഴിക്കുന്നത് എന്നുള്ളതാണ്. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അവരുടെ വിധിയോ സാഹചര്യങ്ങളോ ഒന്നുമല്ല അവരിൽ മാറ്റങ്ങൾ വരുത്താത്തത്. മറിച്ച് അവരുടെ അറിവില്ലായ്മയും അവരുടെ മനസ്സിലുള്ള നെഗറ്റീവ് ചിന്തകളും അവരുടെ ഉള്ളിലുള്ള ആത്മവിശ്വാസക്കുറവുമാണ് അവരിൽ ഒരു മാറ്റവും വരുത്താത്തത് എന്നുള്ളതാണ്. അത്തരക്കാരുടെ മനസ്സിൽ നിറയെ എന്തു ചെയ്യുമ്പോഴും ഞാൻ പരാജയപ്പെടുമോ എന്നുള്ള പരാജയ ഭീതിയാണ് മുന്നിലുള്ളത്. അപ്പോൾ അവിടെയാണ് ബില്യൺ കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച, എൻ്റെയും ജീവിതം മാറ്റിമറിച്ച ആ ഒരൊറ്റ ചിന്തയുടെ പ്രസക്തി വരുന്നത്. ആ ചിന്ത എന്താണെന്നറിയാമോ? അത് മറ്റൊന്നുമല്ല, ജീവിതത്തിൽ പലതും സംഭവിക്കുന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല, മറിച്ച് നിങ്ങളെ രൂപപ്പെടുത്താനാണ് എന്നുള്ളതാണ് ആ ഒരൊറ്റ ചിന്ത. എന്ന് വെച്ചാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ അത് എത്ര മോശമായാലും നല്ലതായാലും നിങ്ങളെ ശിക്ഷിക്കാനോ തകർക്കാനോ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളെ കൂടുതൽ വളർച്ചയിലേക്കും ഉയർച്ചയിലേക്കും എത്തിക്കുന്നതിന് മുന്നോടിയായി നിങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാനാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്നെ ഒന്നിനും കൊള്ളില്ല, എനിക്ക് കഴിവില്ലാത്തവനാണ്, എന്നെ ദൈവത്തിന് പോലും വേണ്ട എന്ന ചിന്താഗതിയൊക്കെ മാറ്റി, ഞാൻ നന്നാവില്ല, എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല എന്ന ചിന്തയുമൊക്കെ മാറ്റി, പകരം ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചശക്തി മറ്റെന്തോ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ ഒരുക്കുകയാണ്, രൂപപ്പെടുത്തുകയാണ്, എൻ്റെ മുൻപിൽ ഇതിനേക്കാൾ വലിയൊരു വാതിൽ തുറന്നു വരുന്നുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിറയ്ക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ നമ്മളുടെ ചിന്താഗതികൾ മാറുമ്പോൾ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും തനിയെ മാറും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ഇല്ലായ്മയിലേക്കും പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും
മാത്രം നോക്കുന്നതിന് പകരം പ്രശ്നങ്ങളുടെ പരിഹാര മാർഗങ്ങളിലേക്കും പുതിയ പുതിയ അവസരങ്ങളിലേക്കും നോക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ചിന്താഗതിയിൽ ചെറിയ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അത്ഭുതങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്നതിനെ പറ്റി. അതായത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്നെ ഓരോ ദിവസവും വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിൽ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പോൾ കാണാം മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. കാരണം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇത്രയും കാലം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഇതൊക്കെ എന്നെ നശിപ്പിക്കാൻ വേണ്ടി സംഭവിക്കുന്നതാണ്, എൻ്റെ വിധി ഇതൊക്കെയാണ്, ഇതിൽ നിന്ന് കരകയറാൻ എനിക്കിന് സാധിക്കില്ല, എൻ്റെ അവസാനമാണ്, ഞാനൊരു യോഗമില്ലാത്തവനാണ്, ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ നിങ്ങൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത്? എന്നാൽ അതിനു പകരം ഇനി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. വേദനിപ്പിക്കുന്നതാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മളെ തകർക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മളെ പ്രിപ്പയർ ചെയ്യാനാണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആദ്യം ചിന്തിക്കേണ്ടത് ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചിലതൊക്കെ നമ്മൾ അറിയും, ചിലതൊക്കെ നമ്മൾ അറിയില്ല എന്നതേ ഉള്ളൂ. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യനും ഈ ഭൂമിയിലില്ല എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്ന് തിരിച്ചറിയുന്നതിലാണ് നമ്മളുടെ വിജയം എന്നുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ടാകും, ഒരു ഇറക്കമുണ്ടെങ്കിൽ അതിനൊരു കയറ്റവും ഉണ്ടാവുമെന്ന്. ഒന്നും ശാശ്വതമായി നിലനിൽക്കുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചേക്കരുത്. കാരണം ജീവിതം ഒരു ഈസി പാത്ത് അല്ല, അതിനും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ മോശം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അംഗീകരിക്കാനും നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം എന്നുള്ളതാണ്. ഓരോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി വരുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അംഗീകരിക്കണം. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും തിരിച്ചടികളും ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു വിഷമമൊക്കെ ഉണ്ടാവും. അത് ഉണ്ടാവാൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. മറിച്ച് ആ പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും വിഷമഘട്ടത്തിൽ നിന്നുമൊക്കെ കരകയറാൻ ശ്രമിക്കുന്നതിന് പകരം അതിൽ മാത്രം കുരുങ്ങിക്കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാം അവസാനിച്ചു എന്ന തോന്നലിൽ തളർന്ന് വീണു പോവരുത്, ജീവിതം നശിച്ചു പോവരുത് എന്നുള്ളതാണ്. ആദ്യത്തെ ആ ഒരു ഷോക്കിൽ നിന്ന് കരകയറാൻ കുറച്ച് സമയമൊക്കെ എടുത്തേക്കാം. പക്ഷേ ആദ്യത്തെ ആ വിഷമത്തിനും സങ്കടത്തിനുമൊക്കെ ശേഷം ഇത് ഒന്നിൻ്റെയും അവസാനമല്ല എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഇതിൽ നിന്നൊക്കെ എനിക്ക് കരകയറിയേ പറ്റുമെന്ന് ആർജവത്തോടെ തീരുമാനമെടുക്കണം. ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നതിനു പകരം ഇതിൽ നിന്ന് ഞാൻ കരകയറിയിരിക്കും എന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിക്കണം. അതിനു പകരം നിരാശയിൽ മുങ്ങി ഡിപ്രഷൻ അടിച്ച് ജീവിതം സ്വയം നശിപ്പിച്ചിട്ട് എന്താണ് കാര്യം? അത്തരത്തിലുള്ള നെഗറ്റീവ് ചിന്തകളും വിചാരങ്ങളും മാത്രം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും അത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതിന് കാരണം നമ്മളുടെ ബ്രെയിനിന്റെയും ഉപബോധ മനസ്സിന്റെയും കളികളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രൂഫ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മളുടെ ബ്രെയിൻ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളും ചിന്തകളുമാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരാനേ നിങ്ങളുടെ ഉപബോധ മനസ്സും ബ്രെയിൻ സിസ്റ്റവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ മാറ്റം വരാൻ വളരെ നിസ്സാരമായ കാര്യങ്ങളല്ലേ ചെയ്യണ്ടൂ. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾ നിറയ്ക്കുക, പോസിറ്റീവ് കാര്യങ്ങൾ നിറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ പോസിറ്റീവ് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സംഭവിപ്പിക്കാൻ നിങ്ങളുടെ ബ്രെയിൻ സിസ്റ്റം ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പോലെ തന്നെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്കും നന്നായിട്ട് അറിയാം. ഇപ്പോൾ ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചടി നേരിട്ടു എന്ന് കരുതുക. അതിപ്പോൾ ബിസിനസ് തകർച്ചയാകാം, സാമ്പത്തിക മേഖലയിലുള്ള തകർച്ചയാവാം, ആരുടെയെങ്കിലും മരണം പോലെയുള്ള വേർപെടലാവാം, ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളാവാം, അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിലേഷൻഷിപ്പ് സംബന്ധമായ കാര്യങ്ങളായിരിക്കാം. അങ്ങനെ ഏത് തരത്തിലുള്ള കാര്യങ്ങളും ആയിക്കോട്ടെ, അങ്ങനെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് കാര്യങ്ങളെ ആദ്യം വരൂ എന്നുള്ളത് വസ്തുതയാണ്. അത് ഞാനും അംഗീകരിക്കുന്നുണ്ട്. അതിനെയൊന്നും അംഗീകരിക്കാതെ കണ്ണടച്ചിരുട്ടാക്കിയല്ല
ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഷോക്കിനും വേദനയ്ക്കും ഒക്കെ ഒരു സമയപരിധി നിശ്ചയിക്കണം എന്നുള്ളതാണ്. എത്ര ആഴത്തിലുള്ളതായാലും ഒരു വീഴ്ചയിലും അധികകാലം കുരുങ്ങിക്കിടക്കരുത് എന്നുള്ളതാണ്. സാഹചര്യങ്ങളെയും സംഭവങ്ങളെയും അംഗീകരിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് മനസ്സിനെ തിരിക്കണം എന്നുള്ളതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇതൊന്നും എന്നെ തളർത്താനല്ല, എന്നെ കൂടുതൽ കരുത്തനാക്കാനാണ്, എന്നെ പ്രിപ്പയർ ചെയ്യാനാണ്, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ് മനസ്സിൽ നിന്ന് പ്രശ്നങ്ങളെ മാറ്റിവെച്ച് പോസിറ്റീവായ പ്രശ്ന പരിഹാര മാർഗങ്ങളിലേക്ക് ശ്രദ്ധയെ തിരിക്കണം എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തെ അംഗീകരിക്കണം എന്നതാണ്. അതിനുള്ള ഏറ്റവും എളുപ്പ വഴി മറ്റൊന്നുമല്ല, എപ്പോഴും നമ്മളുടെ ചിന്തയെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രശ്നങ്ങളെ പറ്റിയാണോ, പ്രശ്ന പരിഹാരങ്ങളെ പറ്റിയാണോ, ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോസിറ്റീവായ കാര്യങ്ങളാണോ അതോ നെഗറ്റീവായ കാര്യങ്ങളാണോ എന്നിങ്ങനെ മനസ്സിലെ ചിന്തകളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ നിരീക്ഷിച്ച് വിലയിരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴുള്ളത് നെഗറ്റീവായ കാര്യങ്ങളാണെങ്കിൽ അതിനെ നേരെ പോസിറ്റിവിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതും കുറച്ച് ശ്രമകരമായ കാര്യമാണ് എന്നറിയാം, പക്ഷേ അത് ചെയ്തേ പറ്റൂ. വേറെ മാർഗം നമ്മളുടെ മുൻപിലില്ല. അതിന് സ്വയം സാധിക്കുന്നില്ല എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താണെന്നറിയാമോ? ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വയം അതിൽ നിന്ന് കരകയറാൻ സാധിക്കുന്നില്ല എന്ന് തോന്നിയാൽ അതിനുവേണ്ടി അത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ആളുകളുടെ സഹായം തേടുക എന്നുള്ളത് മാത്രമാണ്. അതിന് മടിയോ പിശുക്കോ മാനക്കേടോ ഒന്നും വിചാരിക്കേണ്ടതില്ല. ഇപ്പോൾ നമ്മളുടെ ശരീരത്തിന് ഒരു അസുഖം വന്നാൽ എത്ര കാശ് മുടക്കി നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യില്ലേ? അവിടെ നമ്മൾ ലാഭനഷ്ട കണക്കുകൾ നോക്കാറേ ഇല്ലല്ലോ. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഇതും. നമ്മുടെ മനസ്സിനും അതുവഴി ജീവിതത്തിനും ഒരു തകർച്ചയുണ്ടാവുമ്പോൾ അതുവഴി ജീവിതം ഇല്ലാണ്ടാവാൻ കാത്തിരിക്കുകയല്ല വേണ്ടത്. ശരീരത്തിന് മാത്രമല്ല ആരോഗ്യം വേണ്ടത്, മറിച്ച് മനസ്സിനാണ് ഏറ്റവും പരിചരണം ആവശ്യമുള്ളത് എന്ന് മനസ്സിലാക്കണം. അതിനായി വൈദഗ്ധ്യം നേടിയ ധാരാളം ഡോക്ടർമാരും സൈക്കോളജിസ്റ്റുകളും തെറാപ്പിസ്റ്റുകളും ഒക്കെ നമ്മളുടെ നാട്ടിൽ നമ്മുടെ ചുറ്റിനുമുണ്ട്. ഇനിയിപ്പോൾ ആത്മീയ തലത്തിലാണ് മാറ്റം വേണ്ടത്, ആത്മീയ തലത്തിലുള്ള തടസ്സങ്ങളാണ് നീക്കേണ്ടതെങ്കിൽ അതിനും പറ്റിയ ഹീലർമാരൊക്കെ ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിലുള്ള ആരെയെങ്കിലും കണ്ട് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം തേടുന്നതിൽ പിശുക്കോ മടിയോ കാണിക്കാനേ പാടില്ല. വരദാനമായി കിട്ടിയ ഈ ജീവിതം അല്ലെങ്കിൽ ജന്മം വെറുമൊരു അനാസ്ഥ കൊണ്ട് വെറുതെ നശിപ്പിച്ചു കളയാനുള്ളതല്ല എന്ന് എപ്പോഴും മനസ്സിൽ ഓർമ്മിച്ചു വയ്ക്കണം. എല്ലാറ്റിനെയും പോസിറ്റീവായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിൽ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിത അനുഭവങ്ങളും ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി തൊട്ടടുത്ത ദിവസം വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.